ഖുർആൻ അത് അവതരിക്കപ്പെട്ട അതേ രൂപത്തിൽ ഒരു മാറ്റവും കൂടാതെയാണോ ഇന്നും നിലനിൽക്കുന്നത്? 100 കോടിയിലധികം വിശ്വാസികൾ ഉറപ്പായും അതേ എന്ന് പറയും. പക്ഷേ ചരിത്രപരമായ തെളിവുകൾ എന്താണ് പറയുന്നത്? അതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്നത് വെറുമൊരു പുസ്തകമല്ല. അത് ദൈവത്തിന്റെ തന്നെ നേരിട്ടുള്ള വാക്കുകളാണ്. ഒരക്ഷരം പോലും മാറാത്ത, കുറ്റമറ്റ, അന്തിമമായ വെളിപാട്. ഈയൊരു വിശ്വാസമാണ് നമ്മുടെ ഇന്നത്തെ ഈയൊരു ചർച്ചയുടെ കേന്ദ്രബിന്ദു. അപ്പോ ഈ വിശ്വാസത്തിന് എന്താണ് അടിസ്ഥാനം? അത് ഖുർആനിലെ തന്നെ ഈയൊരു വാക്യമാണ്. തീർച്ചയായും നാമാണ് ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, തീർച്ചയായും നാം അതിനെ കാത്തുസൂക്ഷിക്കുന്നവരുമാകുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സംരക്ഷിക്കുന്നത് മനുഷ്യരല്ല, ദൈവം നേരിട്ടാണ് എന്നൊരു ഉറപ്പാണ് നൽകുന്നത്. അതുകൊണ്ടുതന്നെ ഇതിലൊരു മാറ്റവും വരാൻ സാധ്യതയില്ല എന്ന വാദത്തിന് ഇതാണ് അടിസ്ഥാനം. ശരി, ദൈവം നേരിട്ട് സംരക്ഷിക്കും എന്ന വാഗ്ദാനം അവിടെയുണ്ട്. പക്ഷേ ഒരു ചോദ്യം ബാക്കിയാണ്. ഇസ്ലാമിന്റെ തന്നെ ആദ്യകാല ചരിത്രരേഖകൾ ഈ വാദത്തോട് 100% യോജിക്കുന്നുണ്ടോ? പ്രവാചകന്റെ കാലത്തും അതിനുശേഷവുമുള്ള ചരിത്രം ഇതിനെ ശരിവെക്കുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈയൊരു അന്വേഷണം നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? സുന്നി ഇസ്ലാമിലെ തന്നെ ഏറ്റവും ആധികാരികമെന്ന് കരുതുന്ന ഉറവിടങ്ങളിൽ നിന്ന്. അതായത് പ്രവാചകന്റെ കൂടെ ജീവിച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുചരന്മാരായ സഹാബികൾ. അവർക്ക് ഈ ഖുർആന്റെ സമാഹരണത്തെപ്പറ്റി എന്തായിരുന്നു പറയാനുണ്ടായിരുന്നത്? അതൊന്ന് കേട്ടുനോക്കാം. ഇവിടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. ഇത് പറയുന്നത് വേറെ ആരുമല്ല, ഇസ്ലാമിലെ 2ാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വ്യഭിചാരത്തിനുള്ള ശിക്ഷയായി കല്ലെറിഞ്ഞ് കൊല്ലുന്നതിനെ പറ്റിയുള്ള ഒരു ആയത്ത്, അതായത് ഒരു വചനം ഖുർആനിൽ ഉണ്ടായിരുന്നു. പക്ഷേ കാലം പോകുന്തോറും ആളുകളത് മറന്നുപോകുമോ എന്ന് എനിക്ക് പേടിയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വാദത്തെ ബലപ്പെടുത്തുന്ന അതിലും വിചിത്രമായ ഒരു വിവരണം വരുന്നത് പ്രവാചക പത്നി ആയിഷയിൽ നിന്നാണ്. അവരുടെ സാക്ഷ്യമനുസരിച്ച് കല്ലെറിയുന്നതിനെക്കുറിച്ചും മുതിർന്നവർക്ക് മുലയൂട്ടുന്നതിനെക്കുറിച്ചുമുള്ള വചനങ്ങൾ ഒരു കടലാസിലെഴുതി അവരുടെ കട്ടിലിനടിയിൽ വെച്ചിരുന്നു. എന്നാൽ പ്രവാചകന്റെ മരണാനന്തര ചടങ്ങുകളിലേക്ക് തിരക്കിനിടയിൽ ഒരാട് വന്ന് ആ കടലാസ് തിന്നുപോയി. അപ്പോൾ ഇത് ഉമറിന്റെയോ ആയിഷയുടെയോ മാത്രം അഭിപ്രായമല്ല. വേറെയും പ്രമുഖരായ സഹാബികൾ ഖുർആനിലെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില സൂറത്തുകൾ, അതായത് അധ്യായങ്ങൾ, ഇന്നുള്ളതിന്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ വലിപ്പമുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. മറ്റു ചില അധ്യായങ്ങളാകട്ടെ ഓർമ്മയിൽ നിന്ന് തന്നെ പൂർണ്ണമായും മാഞ്ഞുപോയി എന്നും പറയപ്പെടുന്നു. ശരി, അപ്പൊ ഇതാണ് സുന്നി പാരമ്പര്യത്തിൽ നിന്നുള്ള ചില സാക്ഷ്യങ്ങൾ. ഇനി നമുക്ക് ഷിയ ഇസ്ലാമിലേക്ക് വന്നാൽ അവിടെ കഥ കുറച്ചുകൂടി മാറുകയാണ്. അവര് മുന്നോട്ട് വെക്കുന്നത് വേറൊരു വാദമാണ്. അതായത് നമ്മളിന്ന് കാണുന്ന ഖുർആൻ പൂർണ്ണമല്ല, ശരിക്കുള്ള സമ്പൂർണമായ ഒരു പതിപ്പ് വേറെയുണ്ട്, അത് മറഞ്ഞിരിക്കുകയാണ്. അവരുടെ വിശ്വാസമനുസരിച്ച് പ്രവാചകൻ മരിച്ച ഉടനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഇമാം അലി യഥാർത്ഥ ഖുർആൻ സമാഹരിച്ചു. പക്ഷെ അന്നത്തെ ഭരണാധികാരികൾക്ക് അത് സ്വീകാര്യമായില്ല. അവരത് തള്ളിക്കളഞ്ഞു. എന്നിട്ട് ഉസ്മാന്റെ നേതൃത്വത്തിൽ വേറൊരു പതിപ്പുണ്ടാക്കി. അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോ ആ യഥാർത്ഥ ഖുർആൻ എവിടെ പോയി? അത് 12ാമത്തെ ഇമാമായ മഹദിയോടൊപ്പം ഇപ്പോഴും മറഞ്ഞിരിപ്പുണ്ട് എന്നാണ് ഷിയ വിഭാഗം വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ചരിത്രപരമായ സാക്ഷ്യങ്ങൾ കണ്ടു. ഇനി അതവിടെ നിൽക്കട്ടെ, നമുക്കിന്ന് നിലവിലുള്ള ഖുർആനിലേക്ക് വരാം. അതിന്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ പറ്റുമോ? അതായത് അതിലെ പാഠങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ ചരിത്രപരമായ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ കാണാനുണ്ടോ? നമുക്ക് അതും കൂടിയൊന്ന് നോക്കാം. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഖുർആനിന് ഒരൊറ്റ എഴുത്തുരൂപമേ ഉള്ളൂ എന്നാണ്, അല്ലേ? എന്നാൽ സത്യത്തിൽ അതങ്ങനെയല്ല. ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കപ്പെട്ട പലതരം പാരായണ രീതികളുണ്ട്. ഇവയുടെ അറബി പാഠങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും പോപ്പുലറായ ഹഫ്സ്, വർഷ് പാരായണങ്ങൾ തമ്മിൽ ചില വാക്കുകളിലും അക്ഷരങ്ങളിലും വരെ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം, ഖുർആനിലെ ചില ചരിത്രകഥകൾ ബൈബിളിലെ കഥകളുമായി ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു പ്രധാനപ്പെട്ട വാദമാണ്. ഉദാഹരണത്തിന് താലൂത്ത് രാജാവിന്റെ കഥ, അതുപോലെ മോശയുടെ കാലത്ത് ഫറവോന്റെ ഉപദേഷ്ടാവായിരുന്ന ഹാമാൻ. ബൈബിൾ പ്രകാരം ഹാമാൻ ജീവിച്ചിരുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. പിന്നെ യേശുവിന്റെ അമ്മയായ മറിയത്തെ
അഹറോന്റെ സഹോദരി എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്. ഇതും ബൈബിളിലെ കാലഗണനയുമായി ചേർന്നു പോകുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിമർശകർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടു. സ്വഹാബികളുടെ സാക്ഷ്യങ്ങൾ, ഷിയാവിശ്വാസം, പാഠങ്ങളിലെ വ്യത്യാസങ്ങൾ, ചരിത്രപരമായ പൊരുത്തക്കേടുകൾ. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് നിഗമനത്തിലാണെത്തേണ്ടത്? ഇതിനെ വിശദീകരിക്കാൻ പ്രധാനമായും 3 സാധ്യതകളുണ്ട്. നമുക്ക് ആ 3 ഒന്ന് നോക്കാം. ശരി, ഒന്നാമത്തെ സാധ്യത ഇതാണ്. ബൈബിളാണ് കൂടുതൽ പഴക്കമുള്ളതും കൃത്യമായതും. ഖുറാനിൽ ചില ചരിത്രപരമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സാധ്യത നേരെ തിരിച്ചാണ്. ഖുറാനാണ് ശരി, ബൈബിളാണ് കാലക്രമേണ മാറ്റം വരുത്തപ്പെട്ടത്. ഇനി മൂന്നാമതൊരു സാധ്യത കൂടിയുണ്ട്. അത് കുറച്ചുകൂടി സങ്കീർണമാണ്. അതായത് സഹാബികൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഖുറാനിൽ ചില മനുഷ്യസഹജമായ പിഴവുകൾ വന്നിട്ടുണ്ട്, പക്ഷേ കുറ്റമറ്റ യഥാർത്ഥൊരു പതിപ്പ് ദൈവം സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് പിന്നീട് വെളിപ്പെടും. ഈ മൂന്നാമത്തെ വിശദീകരണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാ കാര്യങ്ങളെയും ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് സ്വഹാബികൾ പറഞ്ഞ കാര്യങ്ങൾ അത് അംഗീകരിക്കുന്നു. അതെ, ചിലപ്പോൾ നിലവിലെ ഗ്രന്ഥത്തിൽ ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അതേസമയം ദൈവം സംരക്ഷിക്കുമെന്ന ഖുർആനിലെ വാഗ്ദാനവും അത് അംഗീകരിക്കുന്നു. ആ സംരക്ഷിക്കപ്പെട്ട പൂർണ്ണരൂപം പക്ഷെ ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല. ഇതാണ് ആ വാദം. ഇതെല്ലാം നമ്മളെ അവസാനം കൊണ്ടെത്തിക്കുന്നത് ഒരു വലിയ ചോദ്യത്തിലേക്കാണ്. ഒരു ഗ്രന്ഥം ദൈവികമായി സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള ഈ പുസ്തകത്തെക്കുറിച്ചാണോ, അതോ മനുഷ്യർക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത സ്വർഗത്തിൽ സംരക്ഷിക്കപ്പെട്ട ഒരു മൂലഗ്രന്ഥത്തെക്കുറിച്ചാണോ? നമ്മൾ കണ്ട ഈ ചരിത്രപരമായ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ വിശ്വാസവും ചരിത്രവും തമ്മിലുള്ള ഈ ബന്ധത്തെപ്പറ്റി നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടി വരുമോ?